ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ട്രഷേഴ്സ്. ഇന്ന് ഞാനിവിടെ ഇഡ്ഡലി മാവ് നല്ല തണുപ്പുള്ള സമയങ്ങളിലൊക്കെ എങ്ങനെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും, അതേപോലെ തന്നെ ആ മാവ് വെച്ച് എങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് തണുപ്പ് കാലത്ത് മാത്രമല്ല, ഏത് ക്ലൈമറ്റിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകിച്ചും തണുപ്പ് കാലങ്ങളിലാണ് നമുക്ക് ഈ മാവൊക്കെ പൊങ്ങി വരാൻ ബുദ്ധിമുട്ടുണ്ടാവുക. ആ സമയങ്ങളിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കാം. അതേപോലെ തന്നെ ഞാനിത് അരിപ്പൊടി വെച്ചിട്ട് കൂടിയാണ് തയ്യാറാക്കുന്നതെന്നും കൂടിയാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഈ മാവ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതിലൊരു 4 ടിപ്സ് കൂടി പറയുന്നുണ്ട്. അപ്പോൾ മാവ് തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം ഇതിലേക്ക് 1 കപ്പ് ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ 1 കപ്പ് ഉഴുന്നിന് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയെ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൂടി ഇതിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം തന്നെ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അതിന് ശേഷം മാത്രം ഇത് കുതിർക്കാനായിട്ട് വെച്ചാൽ മതി. അപ്പം നമ്മൾ ഇതൊന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഉഴുന്നെടുത്ത കപ്പിന് 1 കപ്പ് ഉഴുന്നിന് 1.5 കപ്പ് വെള്ളം. കാരണം ഈ വെള്ളം വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും കറക്റ്റായിട്ടുള്ള അളവ് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുതിർക്കാനായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലാണ് ഇതൊരു 4 മണിക്കൂർ വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉഴുന്നും ഉലുവയും കുതിർക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അത് ഒരു 4 മണിക്കൂർ വെച്ചിട്ട് ആ തണുപ്പോട് കൂടി തന്നെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അതാണ് കേട്ടോ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതാ 4 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആ തണുപ്പൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ നമ്മളിത് അരച്ചെടുക്കണം. പിന്നെ മിക്സിയുടെ ജാറിൽ നിങ്ങൾക്ക് 1 പ്രാവശ്യമായിട്ടോ അല്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ടോ എങ്ങനെ വേണമെങ്കിലും അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ പകുതി ഉഴുന്നും പകുതി വെള്ളം 1 പ്രാവശ്യം ചേർത്തിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഉഴുന്ന് കുതിർത്ത വെള്ളം ഇതിൽ ചേർക്കുന്നുണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ. ആ തണുത്ത വെള്ളം ചേർത്ത് അരയ്ക്കുന്നതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ടിപ്പ് കേട്ടോ. ഇനി ഇത് നല്ല മിനുസായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല മിനുസായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഉഴുന്നുകൂടി ആ ബാക്കിയുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഉഴുന്ന് അരച്ചെടുത്ത ശേഷം ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മൂന്നാമത്തെ ടിപ്പ്. ഈ നാളികേരം ചേർത്ത് അരയ്ക്കുമ്പോൾ നല്ല പുളിച്ച് പൊങ്ങി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നൂൽപുട്ടിനും പത്തിരിക്കൊക്കെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന സെയിം അരിപ്പൊടി തന്നെ കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതൊരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് അരിപ്പൊടി, 1 കപ്പ് ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവ, 2 ടേബിൾ സ്പൂൺ നാളികേരം, ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം ഒന്നിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. കുറച്ച് ഇതേപോലെ ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഒരു 2 കപ്പ് അരിപ്പൊടിക്ക് ഞാൻ ഏകദേശം 1.5 കപ്പോളം വെള്ളമാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് അരയ്ക്കുമ്പോൾ പോരാ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ആഡ് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ ഒന്നിച്ച് വെള്ളം ആഡ് ചെയ്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഏകദേശം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത ശേഷം ഇതാ ഞാൻ ഈ ഒരു ഉഴുന്ന് അരച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, നാളികേരമൊക്കെ നന്നായി അരഞ്ഞ് അരിപ്പൊടിയൊക്കെ ഒട്ടും കട്ടയില്ലാതെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചൂടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉപ്പ് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ ചേർത്താലും മതി. ഇപ്പോൾ തണുപ്പ് സമയത്ത് എപ്പോഴും ഉപ്പ് ചേർത്ത് ഇതേപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കണം. അപ്പോൾ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇളക്കി യോജിപ്പിക്കുന്ന പറഞ്ഞാൽ ഒരു 4 to 5 മിനിറ്റോളം തന്നെ നമ്മളിത് കൈ വെച്ചിട്ട് ചെയ്യണം കേട്ടോ. വെറുതെ സ്പൂണോ അല്ലെങ്കിൽ കയ്യിലോ ഒന്നും വെച്ചിട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇങ്ങനെ ചെയ്യുന്നതാണ് 4ാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഈ 4 ടിപ്പ് വെച്ചിട്ട് നമുക്ക് ഏത് തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിലും നല്ല ഇഡ്ഡലി മാവ് നന്നായിട്ട് പൊതിഞ്ഞ് പൊങ്ങാനും നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കാനും ഈ ഒരു രീതി ഉപയോഗിക്കാം. ഇനി ഇത് നമുക്ക് അടച്ചിട്ട് ഒരു 8 to 10 മണിക്കൂർ മാവ് പൊങ്ങാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിതവിടെ രാത്രി അരച്ച് വെച്ചിട്ട് രാവിലെയാണ് എടുക്കുന്നത്. ഒരു ഏകദേശം ഒരു 12 മണിക്കൂറിൻ്റെ അടുത്തോളം ഞാൻ വെച്ചിട്ടുണ്ട്.
അപ്പോൾ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ മാവ് ആക്കി വെക്കുമ്പോൾ എപ്പോഴും ഒരു വലിയ പാത്രമാണ് ആക്കി വെക്കുന്നതെന്നുണ്ടെങ്കിൽ പുറത്തൊന്നും പോവാതെ നമുക്ക് കിട്ടും. കണ്ടോ, നല്ല മാവ് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള പാകത്തിലായിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇഡ്ഡലി മാവ് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഏത് തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിലും കുഴപ്പമില്ല, ഒരു 10 മണിക്കൂറിൽ നമുക്കിത് പൊങ്ങി കിട്ടും. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെ സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കാം നോക്കാം. അപ്പോൾ ഇഡ്ഡലി മാവ് എപ്പോഴും ഒരുപാടൊന്നും നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി എടുത്തതിന് ശേഷം അപ്പം തന്നെ നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എണ്ണ തടവി വെച്ച ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോ കുഴിയിലേക്കും മാവ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ് ആവി കയറ്റി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സോഫ്റ്റ് ഇഡ്ഡലി നമുക്ക് ഇങ്ങനെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ അതിൻ്റെ കമൻറ്റ്സ് അറിയിക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും പുതിയ നല്ല റെസിപ്പീസും ഇതേപോലത്തെ കുറച്ച് നല്ല ടിപ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.